കാറ്റത്തെ കിളിക്കൂടിൻ്റെ വരാനിരിക്കുന്ന ഒരു എപ്പിസോഡിൻ്റെ പ്രമോ വിശേഷങ്ങളിലേക്ക് എല്ലാവർക്കും സ്വാഗതം. വീഡിയോ ആദ്യമായി കാണുകയാണെങ്കിൽ സപ്പോർട്ട് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ. അങ്ങനെ നിധി നികേഷിന്റെ കൂടെ ഓഫീസിലേക്ക് പോയി കഴിയുമ്പോഴേക്കും സുഭാഷ് നിധിക്കായി പുതിയ ബാത്റൂം ഉണ്ടാക്കാനുള്ള തയ്യാറെടുപ്പിലാണ്. വീടിന് പുറകുവശത്ത് സുഭാഷ് ബയ്യയ്ക്ക് ബാത്റൂം ഉണ്ടാക്കാനുള്ള സ്ഥലമെല്ലാം കാണിച്ചു കൊടുക്കുമ്പോഴേക്കും അത് നോക്കി നിൽക്കുകയാണ് ഹരീഷും സുധീഷുമെല്ലാം. സുധീഷും സുഭാഷ് ഏട്ടനോടായി പറയുന്നുണ്ട്, സുഭാഷ് ഏട്ടാ, വീട് കാണാൻ കൊള്ളില്ല, ബാത്റൂമെങ്കിലും അടിപൊളിയായിരിക്കണം. യൂറോപ്യൻ ക്ലോസറ്റും മഴ പെയ്യുന്നത് പോലെ ഷവറും വാഷ് ബേസിനുമൊക്കെയുള്ള ഒരു വലിയ ബാത്റൂം എന്നവ പറയേ സുഭാഷും അത് സമ്മതിച്ച് ബയ്യയ്ക്ക് ബാത്റൂം ഉണ്ടാക്കാനുള്ള നിർദ്ദേശങ്ങളെല്ലാം നൽകിക്കൊണ്ടിരിക്കുക. ശരി അവിനാഷേ, 10 മണിക്ക് നല്ല സമയമാണ്, ചായ കുടിച്ചിട്ട് നമുക്ക് തുടങ്ങാമെന്ന് സുഭാഷ് ഏട്ടൻ പറയുന്നത് കേൾക്ക്. ബാത്റൂം ഉണ്ടാക്കാനും നല്ല സമയമൊക്കെ നോക്കണമെന്ന് ഹരീഷ് ചോദിക്കുന്നുണ്ട്. ഏത് കാര്യം തുടങ്ങാനും നല്ല സമയം നോക്കുന്നത് നല്ലതാ. ഇനി നമ്മൾ ബാത്റൂം ഉണ്ടാക്കുന്ന കാര്യം അറിഞ്ഞ് വല്യച്ഛനും അമ്മായിയും വന്ന് പ്രശ്നമുണ്ടാക്കുമോന്ന് സുഭാഷ് ഏട്ടൻ ചോദിക്കേ. അവരിങ്ങോട്ട് വരട്ടെ, ചോദിക്കുന്നുണ്ട് ഞാനെന്ന് സുധീഷും. ഹരീഷും പറയുന്നുണ്ട് അവരിങ്ങോട്ട് വരില്ലെന്നാ തോന്നുന്നത്. സുനന്ദയുടെ കല്യാണത്തിന് ശേഷം അവർക്ക് കുറച്ച് ഒതുക്കമൊക്കെ വന്നിട്ടുണ്ട്. അതല്ലടാ, നമ്മൾ ഈ സ്ഥലത്ത് എന്തെങ്കിലും പണി തുടങ്ങുന്നുണ്ടോന്ന് അറിഞ്ഞാൽ ഉടനെ അവർ ഓടിയെത്തും എന്ന് സുഭാഷ് വീണ്ടും ടെൻഷനോടെ പറയേ. അത് വരുമ്പോ നോക്കാമെന്ന് സുധീഷും പറയുന്നുണ്ട്. 10 മണിയായി സുഭാഷ് ഏട്ടായെന്ന് അവിനാഷ് പറയേ. സുഭാഷ് അകത്തോട്ട് പോയി അച്ഛനെ കൂട്ടിക്കൊണ്ടുവന്ന് അച്ഛനെ കൊണ്ട് പൂജയെല്ലാം ചെയ്യിക്കുമ്പോഴേക്കും അച്ഛനും പ്രാർത്ഥനയോടെ ആയുധമെടുത്ത് സുഭാഷിന് നൽകിക്കൊണ്ട് തുടങ്ങിക്കോ എന്ന് പറയുമ്പോഴേക്കും സുഭാഷും പണി തുടങ്ങാൻ ഒരുങ്ങുമ്പോഴാണ് ഡാ എന്ന് അലറിക്കൊണ്ട് വല്യച്ഛനും അങ്ങോട്ട് വരുന്നത്. സുഭാഷ് അമ്പരപ്പോടെ നോക്കുമ്പോഴേക്കും നിർത്തടാ എന്ന് പറഞ്ഞ് വല്യച്ഛനും അങ്ങോട്ട് നടന്നു വന്ന് എന്താടാ ഇവിടെ ചെയ്യുന്നതെന്ന് ചോദിക്കുന്നുണ്ട്. ഞങ്ങൾ എന്തെങ്കിലും ചെയ്യും, നിങ്ങൾക്ക് എന്താ എന്ന് സുധീഷും. ഈ വീട്ടിൽ പുതുതായി ഒന്നും ചെയ്യരുതെന്ന് പറഞ്ഞിട്ടുള്ളതല്ലേ എന്ന് വല്യച്ഛൻ ചോദിക്കുക. ആര് പറഞ്ഞു ചെയ്യാൻ പാടില്ലെന്ന് എന്ന് ഹരീഷും ചോദിക്കുന്നുണ്ട്. കോടതിയിൽ കേസുണ്ടടാ, ഈ വസ്തുവിൽ ഒരു റിപ്പയറിംഗും ചെയ്യരുതെന്ന് കോടതി വിധിയുണ്ട് എന്ന് വല്യച്ഛൻ പറയേ. വല്യച്ഛ, ഞങ്ങൾ വീടിന് മേലൊന്നും ചെയ്യുന്നില്ല, പുറത്ത് ഒരു ബാത്റൂം ഉണ്ടാക്കുകയാ എന്ന് പറയേ. ബാത്റൂമോ എന്ന് അമ്പരപ്പോടെ വല്യച്ഛനും. വീട് പെയിന്റ് ചെയ്യരുതെന്ന് പോലും കോടതി ഉത്തരവുള്ളതാ, അപ്പോ നീ ബാത്റൂം ഉണ്ടാക്കുന്നോ? ഈ വീട് പോലും നിങ്ങളുടേതല്ല, എങ്ങനെയെങ്കിലും ജീവിച്ചു പോയിക്കോട്ടെ എന്ന് വെച്ച് വെറുതെ വിട്ടപ്പോ ബാത്റൂം ഒക്കെ ഉണ്ടാക്കി ഈ വീട് നിങ്ങളുടെ സ്വന്തമാക്കാൻ പോവുകയാണോ എന്ന് വല്യച്ഛൻ ദേഷ്യത്തോടെ ചോദിക്കേ. സുഭാഷും പറയുന്നുണ്ട്, വല്യച്ഛ, ഈ വീട്ടിൽ ഒരു പെൺകുട്ടിയുള്ള കാര്യം വല്യച്ഛൻ അറിയില്ലേ? ഇവിടെ അവൾക്കായി ഒരു നല്ല ബാത്റൂം പോലും ഇല്ല, അവൾക്ക് വേണ്ടിയാ ഈ പുതിയ ബാത്റൂം ഉണ്ടാക്കും എന്ന് സുഭാഷ് പറയേ. ഞങ്ങൾ ബാത്റൂം ഉണ്ടാക്കും, ഇയാൾ എന്ത് ചെയ്യാനാ, എന്ത് ചെയ്യുമെന്നാ ചോദിച്ചേന്ന് സുഭാഷും ദേഷ്യത്തോടെ ചോദിക്കേ. ഞാൻ പോലീസ് സ്റ്റേഷനിലേക്ക് പോകും, കേസ് നടക്കുന്ന ഈ വസ്തുവിൽ നിയമപരമായി ഒന്നും പുതിയതായി ഉണ്ടാക്കാൻ പാടില്ല. അപ്പോൾ നിങ്ങൾ വീടിന്റെ ഒരു ഭാഗം പൊളിച്ച് ബാത്റൂം ഉണ്ടാക്കാൻ തുടങ്ങുന്നു, അത് നിയമത്തിനെതിരല്ലേ എന്ന് വല്യച്ഛൻ ചോദിക്കേ. വീടൊന്നും ഇടിക്കുന്നില്ല വല്യച്ഛ, പുറകുവശത്തെ ഈ ഒഴിഞ്ഞ സ്ഥലത്തല്ലേ ഞങ്ങൾ ബാത്റൂം ഉണ്ടാക്കുന്നതെന്ന് സുഭാഷും പറയുന്നുണ്ട്. ഒഴിഞ്ഞ സ്ഥലമുണ്ടായ അവിടെ നിങ്ങൾ എന്ത് വേണമെങ്കിലും കെട്ടി ഉണ്ടാക്കുമോ? ഇത് നോക്ക്, ഈ സ്ഥലം നിങ്ങളുടെ സ്വന്തമാണോ? ഇത് എന്റെ സ്ഥലമാടാ. വീട്ടിലുള്ള സാധനങ്ങളെല്ലാം എടുത്ത് പുറത്തേക്ക് എറിഞ്ഞ് ഞാൻ ഇപ്പൊ തന്നെ നിങ്ങളെ ഈ വീട്ടിൽ നിന്ന് പുറത്താക്കും, അപ്പൊ മനസ്സിലാക്കും നിങ്ങൾ എന്ന് ഗംഗാധരൻ അച്ചുവയ്ക്ക്. ഈ വിരട്ടൊന്നും ഞങ്ങളുടെ അടുത്ത് വേണ്ട, പോലീസ് സ്റ്റേഷനിലേക്ക് പോവുകയാണെങ്കിൽ പോയിക്കോ, അതല്ല വേറെ എവിടേക്കെങ്കിലും പോവുകയാണെങ്കിൽ അങ്ങോട്ടും പോവാം, ഞങ്ങളെ ഇങ്ങനെ വിരട്ടുകയൊന്നും വേണ്ടെന്ന് സുധീഷ് പറയേ. ഹരീഷും പറയുന്നുണ്ട്, സുഭാഷ് ഏട്ടാ, നിങ്ങൾ പണി തുടങ്ങ്, ഇവരെന്താ ചെയ്യാന്ന് നോക്കാലോ എന്ന് ഹരീഷും പറയുന്നുണ്ട്. സുഭാഷും ആയുധം അവിനാശിന്റെ കയ്യിലേക്ക് കൊടുത്തുകൊണ്ട് ജോലി തുടങ്ങുന്ന പറയുമ്പോഴേക്കും വല്യച്ഛനും അവിനാശിന് നേരെ വിരൽ ചൂണ്ടിക്കൊണ്ട് പറയുന്നുണ്ട്, പണി തുടങ്ങിയാൽ നിങ്ങൾക്കെതിരെ ഞാൻ കേസ് കൊടുക്കും, ഇവർ കാരണം നിങ്ങളെല്ലാവരും ജയിലിൽ കയറേണ്ടി വരും. ഈ വീടിന് മേൽ കേസുള്ളതാ, ഈ വീട് പെയിന്റ് അടിക്കുകയോ റിപ്പയർ ചെയ്യുകയോ ചെയ്യരുതെന്ന് കോടതിയിൽ നിന്ന് ഉത്തരവുള്ളതാ. ആ കോടതി ഉത്തരവ് ലംഘിച്ച് നിങ്ങളിവിടെ പണി തുടങ്ങാനാണ് ഭാവമെങ്കിൽ ഞാൻ പോലീസ് സ്റ്റേഷനിലേക്ക് പോകും, പിന്നെ നിങ്ങൾ പണിക്കാരെല്ലാവരും ജയിലിൽ കിടക്കേണ്ടി വരും എന്ന് ഗംഗാധരൻ തീർത്ത് പറയെ. അവിനാശും സുഭാഷിനോടായി ചോദിക്കുന്നുണ്ട്, എന്താ സുഭാഷ് ഏട്ടാ ഇത്, ഇയാൾ എന്താ ഇങ്ങനെയൊക്കെ പറയുന്നതെന്ന്. അത് കേൾക്കെ ഭാസ്കരനും ഗംഗാധരനോടായി വെയിറ്റ് ബ്രോ, ഐ ആം കമ്മിങ് ബ്രോ എന്നൊക്കെ പറഞ്ഞ് ഗംഗാധരന്റെ അടുത്തേക്ക് നടന്നു ചെന്ന് വാട്ട് ബ്രോ, ദിസ് ഇസ് റോങ് ബ്രോ എന്ന് പറഞ്ഞ് ഗംഗാധരനെ ചേർത്ത് പിടിച്ച് നമുക്ക് രണ്ടുപേർക്കും കുറച്ച് അപ്പുറത്തേക്ക് മാറി നിന്ന് തനിച്ചൊന്ന് സംസാരിച്ചാലോ എന്ന് ചോദിക്കേ. എന്ത് സംസാരിക്കാനാ എന്ന് ഗംഗാധരനും. തനിച്ച് കുറച്ച് സംസാരിക്കാനുണ്ട് ബ്രോ എന്ന് പറഞ്ഞ് ഗംഗാധരനെ ചേർത്ത് പിടിച്ച് കൂട്ടിക്കൊണ്ട് പോവുകയാ ഭാസ്കരൻ. ഇത് കണ്ട് എല്ലാവരും സംശയത്തോടെ അവരെ തന്നെ നോക്കി നിൽക്കേ. ഭാസ്കരന്റെ കൈ ദേഷ്യത്തോടെ വിടുവിച്ച് നിനക്ക് എന്താടാ എന്നോട് സംസാരിക്കാനുള്ളതെന്ന് ഗംഗാധരനും ചോദിക്കുന്നുണ്ട്. ഇത്രയും പവിത്രമായ നിങ്ങളുടെ ദേഹത്ത് കൈവയ്ക്കാൻ പാടില്ലല്ലേ? അല്ല, എന്താ കുറച്ച് ഓവറായി സംസാരിക്കുന്നുണ്ടല്ലോ എന്ന് ഭാസ്കരൻ ചോദിക്കേ. അങ്ങനെ സംസാരിക്കേണ്ടി വന്നു, ഈ വീടിന് മേൽ കൈവയ്ക്കരുതെന്ന് കോർട്ട് ഓർഡർ ഇല്ലേ എന്ന് ഗംഗാധരൻ ചോദിക്കേ. വെറുതെ ഓർഡർ ഓർഡർ എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുക. ഇത് നോക്ക്, ഈ വീട് എന്റെ അച്ഛൻ എനിക്ക് തന്നതാ, അത് നിനക്ക് കിട്ടണമെന്ന വ്യാമോഹത്തോടെ നീ കോർട്ടിൽ കേസ് കൊടുത്തു എന്ന് വെച്ച് ഈ വീട് നിന്റേതായി മാറുമോ? ഇത് നോക്ക്, ഞാൻ പറയുന്നത് നന്നായി കേട്ടോ,
എന്റെ മക്കൾ അവിടെ ബാത്റൂം ഉണ്ടാക്കാൻ പോവുകയാണ്. ബാത്റൂം ഉണ്ടാക്കിയാൽ നീ എന്ത് ചെയ്യാനാ? എന്ത് ചെയ്യുമെന്ന് ഭാസ്കരൻ ചോദിക്കേ. എന്ത് ചെയ്യുമെന്നോ? ഞാൻ പോലീസ് സ്റ്റേഷനിലേക്ക് പോകുമെന്ന് ഗംഗാധർ. പോലീസിനെ കൂട്ടിയിട്ട് വന്ന് നിങ്ങൾ എല്ലാവരെയും പിടിച്ച് അകത്തിടും എന്ന് വെളിച്ചം പറയുന്നത് കേൾക്കെ. എന്താടാ അവർ രണ്ടുപേരും പോലീസ് കാര്യങ്ങളെ കുറിച്ചൊക്കെയാണല്ലോ സംസാരിച്ചുകൊണ്ടിരിക്കുന്നതെന്ന് സുഭാഷും ടെൻഷനോടെ സുധീഷിനോടും ഹരീഷിനോടുമായി ചോദിക്കും. സംസാരിക്കട്ടെ, സംസാരിച്ചു വരട്ടെ, അടിച്ചയാളുടെ തല പൊട്ടിക്കണം. അതിനുശേഷം അയാൾ പോലീസ് സ്റ്റേഷനിൽ പോകുന്നത് എങ്ങനെയാണെന്ന് എനിക്കും ഒന്ന് കാണണം എന്ന് സുധീഷും ദേഷ്യത്തോടെ പറയുന്നുണ്ട്. ഭാസ്കരനും ഗംഗാധരനോടായി പറയുന്നുണ്ട്. ശരി, നീ പോലീസ് സ്റ്റേഷനിലേക്ക് വിട്ടോ, ഞാൻ നിന്റെ മരുമകളുടെ വീട്ടിലേക്കും പോകും. നിന്റെ മരുമകളുടെ വീട്ടിലേക്ക് അത്രയ്ക്ക് ദൂരമൊന്നുമില്ലല്ലോ എന്ന് ചോദിക്കേ. നീ എന്തിനാടാ അങ്ങോട്ട് പോകുന്നതെന്ന് ഗംഗാധരനും. വെറുതെ ഒന്ന് പോയി നടന്നതെല്ലാം പറയും. നിങ്ങളുടെ മകൾ സുനന്ദയും എന്റെ മകനും തമ്മിൽ പ്രണയത്തിലായിരുന്നുവെന്ന്. കല്യാണത്തലേന്ന് രാത്രി സുനന്ദ ഞങ്ങളുടെ വീട്ടിലേക്ക് ഒളിച്ചോടിയെത്തി. കേട്ടുന്നെങ്കിൽ സുഭാഷേട്ടനെ മാത്രമേ കെട്ടൂ എന്ന് പറഞ്ഞ് നിലവിളിച്ചുവെന്നും അവളെ തേടി വന്ന അവളുടെ അച്ഛനും അമ്മയും എന്റെ മകന്റെ കാലിൽ വീണ് മാപ്പ് പറഞ്ഞ് കേണപേക്ഷിച്ചിട്ടാ അവളെയും കൂട്ടിക്കൊണ്ടു പോയതെന്നും അതിനുശേഷം അവളെ നിർബന്ധിച്ചാണ് അശ്വിനുമായി കല്യാണം കഴിപ്പിച്ചതെന്ന് ഞാൻ പറയും. എങ്ങനെയാ പറയട്ടെ എന്ന് ഭാസ്കരൻ ചോദിക്കെ. ഒരു പെൺകുട്ടിയുടെ ജീവിതമാണണ്ട, അത് തകർക്കാൻ വേണ്ടി നീ ഇതെല്ലാം പറയുമോ? നിന്നെ ഞാൻ അതിന് സമ്മതിച്ചിട്ട് വേണ്ടേ എന്ന് ഗംഗാധരൻ പറയും. ഞാൻ അതിന് ഇല്ലാത്തതൊന്നും പറയാൻ പോകുന്നില്ലല്ലോ, നടന്നതല്ലേ പറയുന്നത്. നീ പോലീസ് സ്റ്റേഷനിലേക്ക് പോകുമ്പോ ഞാൻ സുനന്ദയുടെ വീട്ടിലേക്ക് പോവാം. സുനന്ദയുടെ ഭർത്താവിനോടും വീട്ടുകാരോടുമെല്ലാം നടന്ന കാര്യങ്ങളെല്ലാം തുറന്നു പറയും. അവളിവിടെ അഡ്രസ്സൊക്കെ തന്നിട്ടാ പോയത്. അതുകൾക്ക് ഗംഗാധരനും എന്ത് ചെയ്യണമെന്നറിയാതെ ടെൻഷനോടെ നിൽക്കുമ്പോഴേക്കും നിനക്കറിയാലോ ഈ ഭാസ്കരൻ പറഞ്ഞതുപോലെ ചെയ്യുമെന്ന്. എന്ത് വേണമെന്ന് നിങ്ങൾ തീരുമാനിക്കേ. ഇവിടെ ബാത്റൂം ഉണ്ടാക്കണോ അതോ സുനന്ദ ഭർത്താവ് ഉപേക്ഷിച്ച് നിങ്ങളുടെ വീട്ടിൽ വന്ന് നിൽക്കണോ? വളരെ ആർഭാടമായി നടത്തിയൊരു കല്യാണമല്ലേ. ഒരു മാസം പോലും ഭർത്താവിന്റെ വീട്ടിൽ തികച്ചു താമസിക്കാതെ അവൾ ഭർത്താവ് ഉപേക്ഷിച്ച് വീട്ടിൽ വന്ന് നിൽക്കുന്നുവെന്ന് നാട്ടുകാർ പറയും. അത് വേണോ? കുഴപ്പമൊന്നും ഉണ്ടാവില്ലേ ഗംഗാധരൻ ചേട്ടാ എന്ന് ഭാസ്കരൻ ചോദിക്കേ. നീ ചെയ്യുവോടാ? ചെയ്യുമോ നീ എന്ന് ഗംഗാധരനും ദേഷ്യത്തോടെ ചോദിക്കുന്നുണ്ട്. ഉറപ്പായും ഞാൻ ചെയ്യും എന്ന് ഭാസ്കരനും തീർത്തു പറയുകയാ. അങ്ങനെ അവർ രണ്ടുപേരും തർക്കത്തിലേർപ്പെടുമ്പോഴേക്കും എന്താ കാര്യമെന്ന് മനസ്സിലാവാതെ സംശയത്തോടെ നോക്കി നിൽപ്പാ സുഭാഷും ഹരീഷും സുധീഷും പണിക്കാരുമെല്ലാം. ഒടുവിൽ എന്താ ഓക്കെയാണോ എന്ന് ഭാസ്കരൻ ചോദിക്കേ. പോടാ എന്ന് പറഞ്ഞ് ഗംഗാധരനും ദേഷ്യത്തോടെ അവിടെ നിന്ന് ഇറങ്ങി പോവുകയാണ്. വല്യച്ഛൻ പത്തിയും മടക്കി പോയത് കാണേ സംശയത്തോടെ നോക്കി നിൽപ്പാ സുഭാഷും കൂട്ടരും. അച്ഛനും അവരുടെ അടുത്തേക്ക് നടന്നു വന്ന് അവൻ ആരോടാ കളിക്കുന്നത്? ഇനി അവൻ ഇങ്ങോട്ട് വരില്ല, നിങ്ങൾ പണി തുടങ്ങുന്ന അച്ഛൻ പറയേ. എല്ലാവരും അമ്പരപ്പോടെ അച്ഛനെ തന്നെ നോക്കി നിൽപ്പാ. എന്താടാ നോക്കി നിൽക്കണേ? അവൻ വരില്ലെന്ന് പറഞ്ഞില്ലേ, പണി തുടങ്ങുന്ന പറഞ്ഞ് അച്ഛൻ അകത്തേക്ക് കയറി പോവുക. സുഭാഷേട്ടാന്ന് ഭയ്യ വിളിക്കുമ്പോഴേക്കും തുടങ്ങിക്കൊള്ളാനായി സുഭാഷും പറയുന്നുണ്ട്. സുധീഷും സംശയത്തോടെ ഹരീഷിനോടായി പറയുന്നുണ്ട്. എന്താ ഇപ്പൊ ഇവിടെ നടന്നത്? വലിയ ആവേശത്തോടെ വന്നയാളാണല്ലോ പത്തിയും മടക്കി പോയത് എന്നവൻ ചോദിക്കേ. അതാ എനിക്ക് മനസ്സിലാവാത്തതെന്ന് ഹരീഷും പറയുന്നുണ്ട്. അച്ഛൻ പോയ വഴിയെ നോക്കിക്കൊണ്ട് സുധീഷും പറയുന്നുണ്ട്. ഈ ക്യാരക്ടർ ദിവസം ചെല്ലുന്തോറും നന്നായിക്കൊണ്ടിരിക്കുകയാണല്ലോ എന്ന്. എന്തു വന്നാലും ഈ വീടുമായി യാതൊരു ബന്ധമില്ലാത്ത രീതിയിലാവും അച്ഛന്റെ നടപ്പെന്ന് ഹരീഷും പറയുന്നുണ്ട്. സുധീഷും സന്തോഷത്തോടെ പറയുകയാ. എല്ലാം നിധി ഈ വീട്ടിലേക്ക് വന്നു കയറിയതിന്റെ ഭാഗ്യമാണെന്ന്. അവിടെ ഓഫീസിൽ നിധി അവളെ ഏൽപ്പിച്ച പ്രോജക്റ്റിന്റെ ഡിസൈൻ വരച്ചോണ്ടിരിക്കുക. അപ്പോഴേക്കും അവളുടെ ഫ്രണ്ടിന് ബോസിന്റെ കോൾ വരുന്നുണ്ട്. എന്തായി, നിധി ഡിസൈൻ ചെയ്തു കഴിഞ്ഞോ എന്ന് അയാൾ ചോദിക്കേ. നോക്കട്ടെ എന്ന് പറഞ്ഞ് അവൾ നിധിയുടെ അടുത്തേക്ക് എഴുന്നേറ്റ് ചെന്ന് നിധി കഴിഞ്ഞോ എന്ന് ചോദിക്കുന്നുണ്ട്. ഒരു 10 മിനിറ്റ് കൂടി എന്ന് നിധി പറയേ. നിധിക്ക് ഡിസൈൻ ചെയ്യാൻ അറിയാവോ എന്നൊക്കെ നോക്കാൻ വേണ്ടി തന്നതാ, പെട്ടെന്ന് ചെയ്തു തീർക്കെന്ന് അവൾ പറയേ. ഇത് ആദ്യത്തെ ഡിസൈൻ അല്ലേ, പെർഫെക്റ്റ് ആയിരിക്കണമല്ലോ എന്ന് നിധിയും. ശരി, വേഗം ചെയ്തു തീർക്കെന്ന് പറഞ്ഞ് അവൾ മാനേജറുടെ ക്യാബിനിലേക്ക് ചെന്ന് സാർ, നിധി ഒരു 10 മിനിറ്റ് കൊണ്ട് ചെയ്തു തീർക്കും, കഴിഞ്ഞ അവൾ തന്നെ അതുമായി വരും എന്നവൾ പറയേ. വാച്ചിലെ ടൈം നോക്കിക്കൊണ്ട് ശരി ഓക്കെ നീ പോയിക്കോ എന്ന് പറഞ്ഞ് അവളെ പറഞ്ഞു വിടുകയാ മാനേജർ. പിന്നീട് നിധി പ്രൊജക്ടിന്റെ ഡിസൈൻ എല്ലാം ചെയ്തു തീർത്ത് അദ്ദേഹത്തിന്റെ അടുത്തേക്ക് എത്തി കാണിച്ചു കൊടുക്കുമ്പോഴേക്കും ടൈം എത്രയായി? ഇപ്പോ ഒരു ഡിസൈൻ ഉണ്ടാക്കാൻ ഹാഫ് ഡേ എടുത്തല്ലോ എന്ന് ചോദിക്കേ. ആദ്യമായിട്ടാ ഇങ്ങനെയൊരു ഡിസൈൻ ഉണ്ടാക്കുന്നത്, പെർഫെക്റ്റ് ആയിരിക്കണമല്ലോ എന്ന് നിധിയും പറയുന്നുണ്ട്. അദ്ദേഹം ആ ഡിസൈനിലൂടെ കണ്ണോടിച്ച് നോക്കുമ്പോഴേക്കും നിധിയുടെ ഫ്രണ്ടും അങ്ങോട്ടെത്തുകയാണ്. നിധി കോളേജിലെ ഗോൾഡ് മെഡലിസ്റ്റ് ആണെന്നൊക്കെ അവൾ പറയേ. അങ്ങനെയാണോ? നിധി ഡിസൈൻ അത്ര പെർഫെക്റ്റ് ഒന്നുമല്ല, മെഡലെല്ലാം വാങ്ങിയിട്ടുണ്ടെന്ന് പറഞ്ഞല്ലോ, ഇങ്ങനെയാണോ ഒരു ഡിസൈൻ ഉണ്ടാക്കുന്നത് എന്ന് ചോദിക്കേ. നിധിയും പരിഭ്രമത്തോടെ എന്താണ് ഇഷ്യൂ, എന്താ ഇങ്ങനെയൊക്കെ പറയുന്നതെന്ന് ചോദിക്കുന്നുണ്ട്. നിധിയോട് ഒരു മോളിന്റെ ഡിസൈൻ ചെയ്യാനല്ലേ പറഞ്ഞത്, ഇതിലെവിടെയും എക്സിറ്റ് മാർക്ക് കാണുന്നില്ലല്ലോ. ഇപ്പൊ മോളിൽ എന്തെങ്കിലും പ്രശ്നമുണ്ടായ എമർജൻസി എക്സിറ്റ് വേണ്ടേ? ഈ ഡിസൈൻ എങ്ങനെ ഒരു ക്ലയന്റിന്റെ മുന്നിൽ പ്രസന്റ് ചെയ്യും എന്നൊക്കെ സാർ വഴക്ക് പറയേ. നിങ്ങൾ സാമ്പിൾ അല്ലേ ചെയ്യാൻ പറഞ്ഞു, ഇതിപ്പോ ക്ലയന്റിന്റെ കയ്യിൽ കൊടുക്കേണ്ട ആവശ്യം എന്താ എന്ന് അവളുടെ ഫ്രണ്ടും ചോദിക്കുന്നുണ്ട്. ഡിസൈൻ പെർഫെക്റ്റ് ആയിരിക്കണമെന്ന് ഇവൾ തന്നെയല്ലേ പറഞ്ഞത്, പക്ഷേ ഒരു പെർഫെക്ഷനും ഇല്ല എന്നയാൾ വീണ്ടും വഴക്ക് പറയേ. സോറി, ഇനി മുതൽ ഞാൻ ശ്രദ്ധിച്ചോളാം എന്ന് നിധിയും പറയുന്നുണ്ട്. ഇതുപോലെ മേജർ മിസ്റ്റേക്ക് ഒന്നും പാടില്ല, നമ്മുടെ കമ്പനിക്ക് ഒരു പേരുള്ളത്. ഐ ഹോപ്പ് യു അണ്ടർസ്റ്റാൻഡ് എന്ന് സാർ പറയേ. ഷുവർ സാർ എന്ന് നിധിയും. അവളുടെ ടെൻഷനോടെയുള്ള നിൽപ്പ് കണ്ട് ഇയാൾക്ക് ഫീലിംഗ് ആവുകയൊന്നും വേണ്ട, എല്ലാം ഇയാളുടെ ലേണിംഗിനായ ഞാൻ പറഞ്ഞത്. ഇറ്റ്സ് ഓക്കെ എന്ന് പറഞ്ഞ് നിധിയെ പറഞ്ഞു വിടുന്നുണ്ട് അയാൾ. ആദ്യത്തെ പ്രൊജക്റ്റ് തന്നെ ഫെയിൽ ആയതിന്റെ സങ്കടത്തിൽ നിധിയും
ടെൻഷനോടെ തന്റെ ചെയറിലേക്ക് വന്നിരുന്ന് ആ ഡിസൈൻ ഒന്നുകൂടി നോക്കിക്കൊണ്ട് സ്വയം പറയുന്നുണ്ട്, ഇതിനൊന്നും ഹർട്ട് ആവാതെ നിധി, ഇത് നിന്റെ ആദ്യത്തെ ഡിസൈൻ അല്ലേ, പോകെ പോകെ ഡിസൈൻ സൂപ്പർ ആക്കാം, ടെൻഷൻ ആവാതെ എന്നൊക്കെ മനസ്സിൽ പറഞ്ഞ് അവൾ സ്വയം ആശ്വസിപ്പിക്കുകയാ. പിന്നീട് നിധി ഓഫീസ് കഴിഞ്ഞ് വീട്ടിലെത്തുമ്പോഴും അവിടെ ബാത്റൂം ഉണ്ടാക്കുന്ന സ്ഥലത്തായിരുന്നു എല്ലാവരും. പണിക്കാർക്ക് നിർദ്ദേശങ്ങൾ നൽകിക്കൊണ്ട് അച്ഛനും അവിടെ ഇരിപ്പുണ്ട്. എന്താ ഇവിടെ നടക്കുന്നതെന്ന് നിധി അമ്പരപ്പോടെ ചോദിക്കേ, ഏട്ടത്തിക്കായി പുതിയ ബാത്റൂം ഉണ്ടാക്കുകയാണെന്ന് നികേഷും പറയുന്നുണ്ട്. നിധിയും സന്തോഷത്തോടെ ബാത്റൂമോ, പറഞ്ഞതല്ലേ ഉള്ളൂ, അപ്പോഴേക്കും പണി തുടങ്ങിയോന്ന് അവൾ ചോദിക്കുന്നുണ്ട്. അതേ മോളെ, ഇന്നൊരു നല്ല ദിവസമായിരുന്നു, ഞങ്ങൾ ജോലി ചെയ്യുന്ന സൈറ്റിലും 2-3 ദിവസം ലീവാ, അതാ ഉടനെ പണി തുടങ്ങിയത്, ഇവിടെയാണ് ബാത്റൂം ഉണ്ടാക്കാൻ പോകുന്നത് എന്നൊക്കെ സുഭാഷ് ഏട്ടൻ പറയേ. അതെ നിധി, ഇവിടെയാണ് നല്ല ഭംഗിയുള്ളൊരു ബാത്റൂം എന്ന് സുധീഷും പറയുന്നു. നികേഷും ഏട്ടത്തിയോടായി പറയുന്നുണ്ട്, ഏട്ടത്തി, ബാത്റൂമിൽ ഒരു വലിയ കണ്ണാടി ഉണ്ടാവും, ഒരു വലിയ വാഷ് ബേസിനുമുണ്ട്, സുധീഷ് ഏട്ടൻ മഴ പെയ്യുന്നത് പോലെ ഒരു ഷവറും വെക്കാൻ പറഞ്ഞിട്ടുണ്ട്, സൂപ്പർ ആയിരിക്കും ഏട്ടത്തി എന്ന് നികേഷ് പറയേ. നിധിക്കും സന്തോഷമാവുകയാ. ചായ വേണോ മോളെന്ന് സുഭാഷ് ഏട്ടൻ ചോദിക്കേ. സുഭാഷ് ഏട്ടൻ ജോലി ചെയ്യേ, ഞാൻ ഉണ്ടാക്കാമെന്ന് നിധി പറയുന്നുണ്ടെങ്കിൽ ഇല്ല, ഞാൻ ഉണ്ടാക്കാമെന്ന് പറഞ്ഞ് സുഭാഷ് അവിനാശിനെ തന്റെ ജോലി ഏൽപ്പിക്കാൻ തുടങ്ങുമ്പോഴേക്കും വേണ്ട സുഭാഷ് ഏട്ടാ, ഞാൻ ഉണ്ടാക്കിക്കൊള്ളാമെന്ന് നിധിയും പറയുന്നുണ്ട്. അച്ഛനും പണിക്കാരുടെ നേരെ കൈ ചൂണ്ടിക്കൊണ്ട് അവരെ വഴക്കു പറഞ്ഞ് ഓരോ നിർദ്ദേശങ്ങൾ നൽകിക്കൊണ്ടിരിക്കുമ്പോഴാണ് നിധി അച്ഛന്റെ കൈ ശ്രദ്ധിക്കുന്നത്. കയ്യിൽ എന്തു പറ്റിയെന്ന് നിധി ചോദിക്കേ. കയ്യിലൊന്നുമില്ലെന്ന് അച്ഛൻ. കൈ കാണിക്കുന്ന നിധി വീണ്ടും പറയുന്നുണ്ടെങ്കിലും ഒന്നുമില്ലെന്ന് പറഞ്ഞില്ലേ എന്ന് പറഞ്ഞ് അച്ഛനും ദേഷ്യത്തോടെ ഇരിപ്പ. ഇങ്ങോട്ട് കാണിക്കെന്ന് പറഞ്ഞ് നിധി അത് പിടിച്ചു വലിച്ചു നോക്കുമ്പോഴേക്കും കയ്യിലെ ആ വലിയ മുറിവ് കണ്ട് ഇത്രയും വലിയ മുറിവ് എങ്ങനെ കയ്യിൽ വന്നു എന്ന് അവൾ പരിഭ്രമത്തോടെ ചോദിക്കുന്നുണ്ട്. ഇതാണോ ഇത്ര വലിയ മുറിവെന്ന് അച്ഛൻ ചോദിക്കേ. അതന്ന് പടക്കം പൊട്ടിച്ചപ്പോ കൈ പൊള്ളിയതാണെന്ന് സുഭാഷ് പറയുക. നിധിയെന്ന് ആദ്യമായി ജോലിക്കിറങ്ങിയപ്പോ നികേഷ് പടക്കം പൊട്ടിച്ചില്ലേ, അന്ന് പടക്കം അച്ഛന്റെ കയ്യിലേക്ക് പൊട്ടി വീണതാ എന്ന് സുഭാഷ് ഏട്ടൻ പറയേ. ആ മുറിവാണോ ഇത്, അത്രയ്ക്കൊന്നും പൊള്ളിയില്ലെന്നല്ലേ അന്ന് പറഞ്ഞതെന്ന് നിധിയും ചോദിക്കുന്നുണ്ട്. ഇത്ര വലിയ പൊള്ളലുണ്ടായിട്ടും ഹോസ്പിറ്റലിലേക്ക് പോയില്ലേ എന്ന് നിധി ചോദിക്കേ. ഇത്ര ചെറിയ മുറിവിന് ഹോസ്പിറ്റലൊന്നും പോണ്ട, അത് 2-3 ദിവസം കഴിഞ്ഞാൽ മാറിക്കൊള്ളുമെന്ന് അച്ഛനും. നിധി ടെൻഷനോടെ നികേഷിനെ നോക്കുമ്പോഴേക്കും അതൊന്നും തന്നെ ബാധിക്കുന്ന പ്രശ്നമല്ലെന്ന മട്ടിൽ കുനിഞ്ഞിരിപ്പാ നികേഷും. വീണ്ടും സുഭാഷ് ഏട്ടനോടായി പറയുന്നുണ്ട്, വലിയ പൊള്ളലല്ലേ, ഓയിൻമെന്റ് എങ്കിലും ഇട്ട് കൊടുക്കാമായിരുന്നില്ലേ എന്ന് അച്ഛനും പറയുന്നുണ്ട്. ചുമ്മാതിരിക്കും മോളെ, ഇതിനൊക്കെയാണോ ഓയിൻമെന്റ് ഇടുന്നതും ഹോസ്പിറ്റലിൽ പോകുന്നതുമൊക്കെ, 2 ദിവസം കഴിഞ്ഞാൽ അതങ്ങ് മാറിക്കോളും. പണ്ട് ഞാൻ ഉത്തർപ്രദേശിലേക്ക് വണ്ടി ഓടിച്ചു പോകെ എതിരെ വന്ന ഒരു ലോറി എന്റെ ലോറിയിൽ ഇടിച്ചു. ഡ്രൈവിംഗ് സീറ്റിൽ ഇരിക്കായിരുന്ന ഞാൻ ആ കണ്ണാടിയും പൊട്ടി താഴോട്ട് വീണു. എല്ലാവരും ഞാൻ മരിച്ചെന്ന് വിചാരിച്ചു. പക്ഷേ ഞാൻ അവിടെ നിന്ന് ചാടി എഴുന്നേറ്റ് കറക്റ്റ് ടൈമിൽ ലോഡ് എത്തിച്ച് തിരികെ എത്തി. അങ്ങനെയുള്ള എനിക്ക് ഇതൊക്കെ ഒരു പൊള്ളലാണോ എന്ന് ചോദിച്ച അവിനാശിനോടായി, നിന്റെ നാട് ബീഹാറിലല്ലേ എന്ന് ചോദിക്കുന്നു. അതെ എന്ന് അവൻ പറയാ. ഞാൻ നിന്റെ നാട്ടിലൊക്കെ വന്നിട്ടുണ്ടെന്ന് പറഞ്ഞ് അവനുമായി ഓരോ വിശേഷങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുക അച്ഛനും. ഇധികം ടെൻഷനോടെ സുഭാഷ് ഏട്ടനോടായി ചോദിക്കുന്നുണ്ട്, ഹോസ്പിറ്റലിൽ പോവാതിരിക്കുന്നത് ഓക്കെ ആണോന്ന്. ഞാനും ഒരുപാട് പറഞ്ഞു നോക്കി, അച്ഛൻ വരാതിരുന്നാൽ എന്തു ചെയ്യാനായെന്ന് സുഭാഷ്. അച്ഛനും നിധിയോടായി പറയുന്നുണ്ട്, നീ ഒരു കാര്യം ചെയ്യ, നീ പോയി എല്ലാവർക്കുള്ള ചായയുമായി നീ ഇവിടെ നിന്നാൽ ശരിയാവില്ല, ഓരോന്ന് പറഞ്ഞുകൊണ്ടേയിരിക്കും, ചെന്ന് ചായ എടുക്കെന്ന് പറഞ്ഞ് അവളെ പറഞ്ഞു വിടുകയാ. നിധി അടുക്കളയിലേക്ക് ചെന്ന് ചായ ഉണ്ടാക്കാനായി തുടങ്ങുമ്പോഴേക്കും നികേഷും അങ്ങോട്ടെത്തി. എടത്തി, എനി ഹെൽപ്പ് എന്ന് ചോദിക്കുന്നുണ്ട്. അച്ഛന്റെ കൈ പൊള്ളിയത് നീ കണ്ടില്ലേ എന്ന് നിധി ചോദിക്കേ. ഞാൻ കണ്ടില്ലെന്ന് നികേഷും. നികേഷേ, നീ പടക്കം പൊട്ടിച്ചപ്പോഴാ അച്ഛന്റെ കൈ പൊള്ളിയതെന്ന് നിധി പറയേ. ഞാൻ പടക്കം പൊട്ടിക്കുന്ന സമയത്ത് അവിടെ വന്ന് അച്ഛനോട് ഡാൻസ് കളിക്കാൻ ഞാൻ പറഞ്ഞു എന്ന് നികേഷും ചോദിക്കുന്നുണ്ട്. കുട്ടികൾക്ക് നിധിയും പറയുന്നുണ്ട്, എനിക്കൊരു സർപ്രൈസ് തരാൻ വേണ്ടിയാ നീ അത് ചെയ്തത്, അതിലെനിക്ക് സന്തോഷവുമുണ്ട്, പക്ഷേ അച്ഛന്റെ കൈ പൊള്ളിയില്ലേ, ഈ കാരണമാണ് അച്ഛന്റെ കയ്യിൽ പൊള്ളലേറ്റത്, അതിനൊരു സോറി എങ്കിലും പറഞ്ഞൂടെ എന്നവൾ പറയേ. ഞാനതിന് സോറി പറയണം എന്ന് നികേഷ് ചോദിക്കുമ്പോഴേക്കും അങ്ങോട്ടെത്തിയ സുഭാഷും, നിധി ചായപ്പൊടി തീർന്നു, ഞാൻ പുതിയത് വാങ്ങി വെച്ചിട്ടുണ്ടെന്ന് പറയുക. ശരി എന്ന് പറഞ്ഞ് നിധി വീണ്ടും നികേഷിനോടായി, നികേഷേ, നീ കാരണമാ അച്ഛന് പൊള്ളലേറ്റത്, അച്ഛന് നിനക്ക് ഇഷ്ടമാണോ അല്ലയോ എന്നതൊന്നുമല്ല ഇവിടുത്തെ കാര്യം, കൈ പൊള്ളിയതിനെ കുറിച്ച് അന്വേഷിച്ച് അറ്റ്ലീസ്റ്റ് ഒരു സോറി എങ്കിലും പറയണം, അതല്ലേ മാനേഴ്സ് എന്ന് നിധി ചോദിക്കേ. ഏട്ടത്തി, ഞാൻ എന്തിനും സോറി പറയണം, അയാൾ എനിക്ക് ആരുമല്ല, റോഡിൽ വെച്ച് കാണുന്ന ഏതോ ഒരാളെ കാണുന്നത് പോലെയാ ഞാൻ അയാളെ കാണുന്നത്, റോഡിലൂടെ കാണുന്ന ആളുകൾക്കെല്ലാം നമ്മൾ സോറി പറയുമോ എന്ന് നികേഷ് ചോദിക്കേ. എല്ലാം കേട്ടു നിൽക്കായിരുന്ന സുഭാഷ് ഏട്ടനും താക്കീതോടെ നികേഷ് എന്ന് വിളിക്കുന്നുണ്ട്. നിധിയും സുഭാഷ് ഏട്ടനെ തടഞ്ഞ്, സുഭാഷ് ഏട്ടാ ഞാൻ പറഞ്ഞോളാം എന്ന് പറഞ്ഞ് നികേഷിനോടായി, നിനക്കച്ഛൻ റോഡിലൂടെ പോകുന്ന ആരൊരാളായിരിക്കട്ടെ, പടക്കം പൊട്ടിക്കെ റോഡിലൂടെ ആരെങ്കിലും പോകെ അയാൾക്ക് പൊള്ളലേറ്റാൽ നീ സോറി പറയില്ലേ എന്ന് നിധി ചോദിക്കേ. റോഡിലൂടെ പോകുന്ന ആളാണെങ്കിൽ ഞാൻ സോറി പറയും, പക്ഷെ അയാളോട് സോറി പറയാൻ എനിക്ക് പറ്റില്ലെന്ന് പറഞ്ഞ് നികേഷ് അവിടുന്ന് പോവുകയാ. സുഭാഷും ദേഷ്യത്തോടെ നികേഷ് എന്ന് വിളിക്കേ. അത് വിട്ടേക്ക് സുഭാഷ് ഏട്ടാ എന്ന് നിധിയും. അവനെന്തിനാ നിന്നോട് ദേഷ്യപ്പെടുന്നതെന്ന് സുഭാഷ് ചോദിക്കേ. അത് അച്ഛനോടുള്ള ദേഷ്യം എന്റെ അടുത്ത് കാണിച്ചതാ, അത് വിട്ടേക്ക്, അതെല്ലാം ഞാൻ നോക്കിക്കോളാം. അല്ല സുഭാഷ് ഏട്ടൻ എന്തിനാ അടുക്കളയിലേക്ക് വന്നത്, ഞാൻ ചായ എടുത്തോണ്ട് വരാമെന്ന് പറഞ്ഞതല്ലേ എന്ന് നിധി ചോദിക്കേ. വെള്ളമെടുക്കാനായി വന്നതാ
എന്നാലും നികേഷ് നിധിയോട് ദേഷ്യപ്പെട്ടു പോയല്ലോ എന്ന് സുഭാഷ് പറയേ. അത് നമ്മുടെ നികേഷ് അല്ലേ സുഭാഷ് ഏട്ടാ, അത് സാരമില്ല, അവന്റെ കാര്യം ഞാൻ നോക്കിക്കോളാമെന്ന് നിധിയും. പിന്നീട് രാത്രിയാവുമ്പോൾ സുഭാഷ് അടുക്കളയിൽ കുക്കിങ്ങിലാണ്. നിധിയും സുഭാഷ് ഏട്ടനെ സഹായിച്ചുകൊണ്ട് കൂടെ തന്നെ നിൽപ്പുണ്ട്. അങ്ങോട്ട് വരുന്ന നികേഷ് ഒരു ചുമ വരുത്തിക്കൊണ്ട് നിധിയുടെ ശ്രദ്ധ തിരിക്കാനായി ശ്രമിക്കുന്നുണ്ടെങ്കിലും നിധിയും അവനെ ഒന്ന് തിരിഞ്ഞു നോക്കി മൈൻഡ് ചെയ്യാതെ നിൽക്കുമ്പോഴേക്കും അവനെ കാണുന്ന സുഭാഷ് ഏട്ടനും എന്താണെന്ന് ചോദിക്കുക. നിധിയും സുഭാഷ് ഏട്ടനോട് ഒന്നും മിണ്ടല്ലേ എന്ന് ആംഗ്യം കാണിക്കുമ്പോഴേക്കും നികേഷും ടെൻഷനോടെ ഏട്ടത്തിന്ന് വിളിക്കുക. നിധിയും അത് മൈൻഡ് ചെയ്യാതെ സുഭാഷ് ഏട്ടനോട് സംസാരിക്കുക. ടെൻഷനോടെ നികേഷും നിധിയോട് സോറി പറയുക. നിധി മറുപടിയൊന്നും പറയാതെ ജോലി ചെയ്യുമ്പോഴേക്കും ഏടത്തി എന്നോട് മിണ്ടില്ലേ സോറി എന്ന് നികേഷ് പറയേ. നിധി മിക്സി ഓൺ ചെയ്യുക. സങ്കടത്തോടെ അവളെ നോക്കി നിൽക്കുന്ന നികേഷിനെ സുഭാഷും ശ്രദ്ധിക്കുക. എടത്തി സോറി എന്ന് നികേഷ് വീണ്ടും വിളിച്ചു പറയുന്നുണ്ടെങ്കിലും നിധി വീണ്ടും മിക്സിയുടെ സ്പീഡ് കൂട്ടുകയാ. വീണ്ടും അവൻ സോറി പറയുന്നുണ്ടെങ്കിലും ഏടത്തി മൈൻഡ് ചെയ്യാത്തത് കാണെ അവനും ആകെ സങ്കടത്തോടെ കരയാൻ തുടങ്ങുക. തിരിഞ്ഞു നോക്കുന്ന നിധിയും അവൻ കരയുന്നത് കാണെ എന്താ നികേഷെ കരയുന്നേ എന്ന് ചോദിക്കെ സുഭാഷും ചോദിക്കുന്നുണ്ട് എന്തിനാടാ നികേഷെ കരയുന്നതെന്ന്. നികേഷ് വീണ്ടും ഏടത്തിയോടായി ഏട്ടത്തി സോറി ഏടത്തി, ദേഷ്യം വന്നതുകൊണ്ടാ ഏടത്തിയോട് അങ്ങനെയൊക്കെ പറഞ്ഞത്, ഞാൻ ചെയ്തത് തെറ്റ് തന്നെയാ, അങ്ങനെ പറയാൻ പാടില്ലായിരുന്നു എന്ന് പറഞ്ഞ് അവൻ സ്വയം തന്റെ കവിളത്തടിക്കുമ്പോഴേക്കും എന്താ നികേഷെ നീ ചെയ്യുന്നത്, അതൊന്നും സാരമില്ല വിട്ടേക്കെന്ന് നിധിയും പറയുന്നുണ്ട്. അയാളോട് ഞാൻ എന്തിനാ സോറി പറയുന്നത്, അയാളുടെ കൈ പൊള്ളിക്കണമെന്ന് കരുതിയല്ലോ ഞാൻ പടക്കം പൊട്ടിച്ചത്, ഞാൻ പടക്കം പൊട്ടിക്കുന്നിടത്ത് അയാൾ വന്ന് ഡാൻസ് കളിച്ചത് കൊണ്ടല്ലേ കൈ പൊള്ളിയത്, അയാളോട് എനിക്ക് സോറി ഒന്നും പറയാൻ കഴിയില്ല, എനിക്ക് അയാളെ ഇഷ്ടമല്ല എന്ന് നികേഷ് പറയേ. ശരി, നമ്മൾ ഇനി അച്ഛനെ കുറിച്ച് സംസാരിക്കേ വേണ്ട പോരെ എന്ന് നിധിയും ചോദിക്കുക. നികേഷ് വീണ്ടും നിധിയോട് സോറി പറഞ്ഞ് ഞാൻ ഏട്ടത്തിയോട് അങ്ങനെയൊന്നും സംസാരിക്കാൻ പാടില്ലായിരുന്നു സോറി എന്ന് പറയേ. സുഭാഷൻ ചോദിക്കുന്നുണ്ട് ഏട്ടത്തിയോട് അങ്ങനെയെല്ലാം ദേഷ്യപ്പെടാൻ പാടുണ്ട്, നോക്ക് നീ ദേഷ്യപ്പെട്ടിട്ടും നിധി എത്ര സ്നേഹത്തോടെയോ നിന്നോട് സംസാരിക്കുന്നത് എന്ന് സുഭാഷേട്ടൻ ചോദിക്കേ. അത് വിട്ടേക്കും സുഭാഷേട്ടാ എന്ന് നിധിയും. നികേഷേ നീ അതോർത്ത് വിഷമിക്കാതെ കണ്ണു തുടക്കി, എനിക്ക് ദേഷ്യമൊന്നുമില്ല, ഞാനിപ്പോ ഓക്കെയാണ് കണ്ണു തുടയ്ക്കുന്ന നിധി പറയേ. നികേഷും സങ്കടത്തോടെ തന്റെ കണ്ണു തുടയ്ക്കുകയാ. ചിരിക്കുന്നവൾ ആംഗ്യം കാണിക്കുമ്പോഴേക്കും നികേഷും പുഞ്ചിരിക്കുന്നത് കാണെ സുഭാഷേട്ടനും സന്തോഷമാവുകയാ. പിന്നീട് എല്ലാവരും ഫുഡ് കഴിക്കാനിരിക്കുമ്പോഴേക്കും നല്ല ചട്നിയുടെ മണമെല്ലാം ഉണ്ടല്ലോ, ഇന്നും ദോശയാണോ എന്ന് സുധീഷ് ചോദിക്കേ. ഇന്ന് ദോശയല്ല, അത് നിനക്ക് ഇഷ്ടമല്ലല്ലോ എന്ന് സുഭാഷ് ഏട്ടൻ. സന്തോഷം, ദോശയല്ലെങ്കിൽ പിന്നെന്താ ഇഡ്ഡലിയാണോ എന്ന് സുധീഷ് ചോദിക്കേ. അല്ല, ഉപ്പുമാവാണെന്ന് സുഭാഷ് ഏട്ടൻ. താല്പര്യമില്ലാതെ ഉപ്പുമാവോ എന്ന് നികേഷും ചോദിക്കേ. ഉപ്പുമാവെന്ന് കേൾക്കുമ്പോഴേ മുഖം ചൊളിക്കേണ്ട, കഴിച്ചിട്ട് പറയുന്നു സുഭാഷ് ഏട്ടൻ. നിധിയും പറയുന്നുണ്ട് സുഭാഷ് ഏട്ടൻ ഉണ്ടാക്കുന്ന സമയത്ത് ഞാനും അടുക്കളയിൽ ഉണ്ടായിരുന്നു, ഞാനപ്പോൾ ടേസ്റ്റ് ചെയ്ത് നോക്കിയതാ, നല്ല സ്വാദുണ്ടായിരുന്നു എന്ന് അവൾ പറയും. സത്യമാണോ ഏട്ടത്തി? ഏട്ടത്തി പറയുന്നത് ശരിയായിരിക്കും, എനിക്കും കുറച്ച് ഉപ്പുമാവ് തായെന്ന് നികേഷ് പറയുന്നുണ്ട്. കഴിച്ചു നോക്കിയിട്ട് സൂപ്പറാണെന്ന് നികേഷ് പറയുമ്പോഴേക്കും ഉപ്പുമാവെല്ലാം കൊള്ളാം, സുഭാഷ് ഏട്ടന് ചൈനീസ് ഡിഷസ് എല്ലാം ഒന്ന് ട്രൈ ചെയ്തുകൂടെ, ഒന്ന് മാറി ചിന്തിച്ചുകൂടെ എന്ന് സുധീഷ് ചോദിക്കേ. അങ്ങനെ വ്യത്യസ്തമായ വിഭവങ്ങൾ വേണമെങ്കിൽ ഓർഡർ ചെയ്ത് കഴിക്കുന്ന നിധിയും. അയ്യോ വെറുതെ പറഞ്ഞതാ, തമാശയാണെന്ന് കരുതി സപ്പോർട്ട് ചെയ്യുമെന്ന കരുതി ഞാൻ ഒന്നും മിണ്ടുന്നില്ല, മതിയോ എന്ന് സുധീഷും ചോദിക്കുന്നു. ചിരിയുടെ സുഭാഷും തന്റെ പ്ലേറ്റിലേക്ക് വിളമ്പാനായി തുടങ്ങുമ്പോഴാണ് അവന്റെ മൊബൈൽ റിങ് ചെയ്യുന്നത്. സുഭാഷ് അത് എടുക്കാനായി എണീക്കാൻ തുടങ്ങുന്നുണ്ടെങ്കിലും സുഭാഷ് ഏട്ടൻ അവിടെ ഇരിക്കെ, ഞാൻ എടുത്തു തരാമെന്ന് പറഞ്ഞ് സുധീഷ് എഴുന്നേറ്റ് സുഭാഷിന്റെ മൊബൈൽ എടുത്തു നോക്കുമ്പോഴേക്കും സുനന്ദയുടെ കോളായിരുന്നു. ഇത്രയുമാണ് ഇന്നത്തെ എപ്പിസോഡിലെ വിശേഷങ്ങൾ. വീഡിയോ ഇഷ്ടമായാൽ സപ്പോർട്ട് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ.